Welcome to the new video of Engineering Geology. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അക്വിഫെയറിനെ കുറിച്ച് വാട്ടർ ബിയറിംഗ് റോക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അക്വിഫെയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് അക്വിഫെയർ. Aquifer serves as underground reservoirs and distribution system at the same time. എന്നുവെച്ചാൽ എന്താണ്, അക്വിഫെയർ അണ്ടർഗ്രൗണ്ട് റിസർവോയറും ആണ്, അതേ സെയിം ടൈം തന്നെ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ റിസർവോയർ എന്ന് പറയാൻ കാരണം എന്താണ്, അതിന് വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വെള്ളം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുമാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, the storage capacity of a reservoir depend on the porosity of the rock and the nature and interconnection of the pores. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റിസർവോയറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്, പൊറോസിറ്റി, ആ റോക്കിൻ്റെ പൊറോസിറ്റിയും സെയിം ടൈം നേച്ചർ ആൻഡ് ഇൻ്റർ കണക്ഷൻസ് ഓഫ് ദി പോർസിൻ്റെ നേച്ചറും അതുപോലെ പോർസിൻ്റെ ഇൻ്റർ കണക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ബേസിസിലും ആയിരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റിസർവോയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്, പൊറോസിറ്റി അല്ലേ. പൊറോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, പൊറോസിറ്റിയുടെ ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വോളിയം ഓഫ് വോയിഡ്സ് ഇൻ എ റോക്ക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ടേംസ് ഓഫ് ദി ടോട്ടൽ വോളിയം ഓഫ് ദി റോക്ക്. അതായത് എന്താണ്, മെഷർ ഓഫ് വോയിഡ് സ്പേസ് ഇൻ മെറ്റീരിയൽ, അതാണ് പൊറോസിറ്റി. ഒരു മെറ്റീരിയലുള്ള വോയിഡ് സ്പേസിനെയാണ് നമ്മൾ പൊറോസിറ്റി എന്ന് പറയുന്നത്. പെർസെൻറ്റേജിൻ്റെ ടേംസിലാണ് നമ്മൾ ഇതിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊറോസിറ്റി ഈക്വൽ ടു പൊറോസിറ്റി എൻ എന്നാണ്, സ്മോൾ ലെറ്റർ എൻ ആണ് പൊറോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി റോക്സ് ഇൻറ്റു 100. സോ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ പൊറോസിറ്റി കിട്ടും. So, pores may be left in between individual grains and particles during the process of deposition in sedimentary rock. Sedimentary rockil deposition നടക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്രെയിൻസിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെയോ ഇടയിലൊക്കെ ആയിരിക്കും എന്തുണ്ടാകുന്നത്, പോർസ് ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണ് പോർസ് ഉണ്ടാകുന്നത്. ഇൻഡിവിജ്വൽ ഗ്രെയിൻസിൻ്റെ ഇടയിലാണ് എന്തുണ്ടാകുന്നത്, പോർസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഓപ്പണിങ്സ് may also be caused in the rock due to development of crack, ജോയിൻറ്റ്സ്, ഫിഷേഴ്സ്, ക്രാക്ക്, ജോയിൻറ്റ്, ഫിഷേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലും എന്തുണ്ടാവും, പോർസ് ഡെവലപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്സ് ആർ റിലേറ്റീവ്ലി ഹൈ പോറസ് ബിക്കോസ് ദെയർ ഈസ് എ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ ദ ഡിഗ്രി ഓഫ് പാക്കിംഗ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ഗ്രെയിൻസ് ഇൻ ദി അതർ ഹാൻഡ്. അപ്പോൾ സെഡിമെൻ്ററി റോക്സ് എന്ന് വെച്ചാൽ ഹൈ പോറസ് ആണ്. എന്തുകൊണ്ടാണ്, ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് പാക്കിംഗ് കൊണ്ടും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പും സൈസും അതുപോലെ അറേഞ്ച്മെൻറ്റ്സും കാരണം സെഡിമെൻ്ററി റോക്സ് റിലേറ്റീവ്ലി ഹൈലി പോറസ് മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത്, സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, porosity is a broad measure of the storage capacity of an aquifer since its range is of practical importance. അതെന്താണ്, അക്വിഫെയറിൻ്റെ ഷോർട്ടേജ് കപ്പാസിറ്റിയുടെ മെഷർ ഓർ അതിൻ്റെ അളവാണ് പോറോസിറ്റി. സോ അതിൻ്റെ റേഞ്ചിന് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് porosity is a property of primary importance in determining the വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി ഓഫ് റോക്സിൻ്റെ വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പൊറോസിറ്റിക്ക് ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. ഓക്കെ, ഓൺലി പോറസ് റോക്സ് ക്യാൻ ബി അക്വിഫെയർ ബട്ട് ഹൈ porosity itself is not sufficient to ensure water yielding capacity of the
റോക്സ്. ഓക്കെ, അപ്പം ഓൺലി പോറസ് റോക്ക് ക്യാൻ ബി അക്യുഫയർ. പോറസ് റോക്കിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അക്യുഫയർ ആവാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അക്യുഫയർ എന്ന് വെച്ചാൽ എന്താണ്, പോറസ് റോക്സ് ആണ്. ബട്ട് ഹൈ പോറോസിറ്റി ആണെങ്കിൽ എന്തായിരിക്കും, ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു എൻഷുർ വാട്ടർ ഈൽഡിങ് കപ്പാസിറ്റി. അതായത് റോക്കിൻ്റെ വാട്ടർ ഈൽഡിങ് കപ്പാസിറ്റി അവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടി ഹൈ പോറസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹൈ പോറസ് റോക്സിന് പറ്റത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, clays which have high porosity are practically useless as aquifers, since pores or voids in between clay particles are so minute that water is held up within these pores very firmly. ഇവിടെ എന്താ പറയുന്നത്, ഹൈ പൊറോസിറ്റി ഉള്ള ക്ലേ പ്രാക്ടിക്കലി അക്യുഫയർ ആയിട്ട് യൂസ്ലെസ് ആണ്. ഓക്കെ, ക്ലേയുടെ എന്താണ് ഹൈ പൊറോസിറ്റി കാരണം പ്രാക്ടിക്കലി നമുക്ക് അക്യുഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതെന്താണ് കാരണം, ക്ലേ പാർട്ടിക്കിൾസിലുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ. സോ ആ പോസിലിടയിൽ എന്ത് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്യും. ഓക്കെ, ക്ലേയിൽ അവിടെ എന്തുകൊണ്ടാണ് ക്ലേയിൽ എന്താ പോർസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് പോർസ് ആയിരിക്കും. സോ അവിടെ എന്ത് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്ത് എടുക്കും. ഓക്കെ, എന്ത് ചെയ്യും, അപ്പോൾ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, ഹൈ പൊറോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ക്ലേയുടെ പൊറോസിറ്റി റേഞ്ച് എത്രയാണ്, 50 to 60% ആണ് ക്ലേയുടെ പോറോസിറ്റി റേഞ്ച് എന്നും പറയുന്നത്. ഓക്കെ, നമുക്ക് എഫക്റ്റീവ് പൊറോസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എഫക്റ്റീവ് പൊറോസിറ്റി ഇസ് എ വോളിയം ഓഫ് പോസ് വിച്ച് ഈസ് എഫക്റ്റീവ് ഇൻ ദ റിലീസ് ഓഫ് വാട്ടർ ഫ്രം ആൻ അക്യുഫയർ. അതായത് എഫക്റ്റീവ് പൊറോസിറ്റി എന്ന് പറയുമ്പോൾ പോർസിൻ്റെ വോളിയം ആണ്. ഓക്കെ, സിംപ്ലി നമുക്ക് പോർസിൻ്റെ വോളിയം എന്ന് പറയാം എഫക്റ്റീവ് പൊറോസിറ്റി. ഇത് അക്യുഫയറിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് പോകാൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അത് നമ്മൾ എന്തൊക്കെ വേറെ എന്തെന്ന് പറയും, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൈനമാറ്റിക് പൊറോസിറ്റി എന്നും പറയും, പൊറോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സ്മോളർ ദാൻ ടോട്ടൽ പൊറോസിറ്റി. ഓക്കെ, ടോട്ടൽ പൊറോസിറ്റിയേക്കാളും കുറവായിരിക്കും എഫക്റ്റീവ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഇനി പോറോസിറ്റിയെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, അഡിഷൻ ടു ഗ്രെയിൻസ്. ഓക്കെ, സം ഗ്രൗണ്ട് വാട്ടർ ഈസ് അറ്റാച്ച്ഡ് ടു സർഫസ് ഓഫ് ഗ്രെയിൻസ് ഓഫ് റോക്സ് ഡ്യൂ ടു മോളിക്കുലർ അട്രാക്ഷൻ ആൻഡ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ഇൻ സർക്കുലേഷൻ. അപ്പോൾ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ഈസ് അറ്റാച്ച്ഡ് ടു സർഫസ് ഗ്രെയിൻ ഓഫ് റോക്സിൻ്റെ സർഫസിലുള്ള എന്താ ഗ്രെയിൻസിൽ എന്ത് ചെയ്യും, ഈ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ്, മോളിക്യുലർ അട്രാക്ഷൻ കാരണമാണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ഇൻ സർക്കുലേഷൻ. അപ്പോൾ എന്താണ്, ഈ വാട്ടർ സർക്കുലേഷന് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ ഓഫ് ഗ്രെയിൻസ്. അപ്പോൾ അഡീഷൻ ഓഫ് ഗ്രെയിൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ, അതിൻ്റെ എന്താ മോളിക്യുലർ അട്രാക്ഷൻ കാരണം വാട്ടർ സർക്കുലേഷന് പോവാത്ത അല്ലെങ്കിൽ സർക്കുലേഷന് കിട്ടാത്ത ആ വാട്ടർ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് അതൊരു ഫാക്ടറാണ്. വേറെ എന്ത് ഫാക്ടറുണ്ട്, അൺകണക്റ്റഡ് പോർസ് എന്ന് വെച്ചാൽ പോർസ് ഇൻ ദ റോക്സ് മേ ബി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ, ഹെൻസ് ദി ലിക്വിഡ് ഇൻ ദം കനോട്ട് സർക്കുലേറ്റ്. അതായത് പോർസ് ഇൻ ദ റോക്ക് മേ ബി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. റോക്കിലുള്ള പോർസ് എന്ന് പറയുന്നത് തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ സെപ്പറേറ്റഡ് അല്ലായിരിക്കും. ഓക്കെ, ലിക്വിഡ് ഇൻ ദം കനോട്ട് സർക്കുലേറ്റ്. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും, ലിക്വിഡിന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, പോർസ് കണക്റ്റ് ആണെങ്കിൽ ഓക്കെ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ പോർസ് കണക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവിടെ സർക്കുലേഷൻ നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പൊറോസിറ്റി റേഞ്ച് ഓഫ് സം മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസുമാണ്. അതാണ് എ എന്നും അതുപോലെ ബി എന്നും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ക്ലേ, സിൽട്ട്, സാൻഡ് ആൻഡ് ഗ്രേവൽ, ഗ്ലേസിയൽ ടിൽറ്റ്. ഇതൊക്കെ അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം ഓർത്ത് വച്ചേക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പൊറോസിറ്റി റേഞ്ചാണ് സൈഡിൽ എന്നിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത്. സോ അതേസമയം കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, ഷെയിൽസ്, ഇഗ്നിയസ് അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ്,
പിന്നെ എന്താ വെർസിക്കുലർ ബസാൾട്ട്, അതുപോലെ മാർബിൾസ്, ഇതൊക്കെ എന്താണ് കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ പോറോസിറ്റിയും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പോറോസിറ്റിയുടെ പെർസെൻറ്റേജ് ഓഫ് പോറോസിറ്റി. ഓക്കെ, ഇത് കൺസോളിഡേറ്റഡ് ഏതൊക്കെയാണ്, അതുപോലെ അൺകൺസോളിഡേറ്റഡ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വച്ചേക്കണം. അതുപോലെ ഇതിൻ്റെ റേഞ്ച്, ഞാൻ റേഞ്ച് വലുതായിട്ട് ഓർത്ത് വച്ചേക്കണം എന്നില്ല, പക്ഷേ റേഞ്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് ഓർത്ത് വച്ചിരുന്നാൽ നമുക്കിപ്പം ഗ്രേവൽ എന്ന് കേൾക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ സിൽറ്റ് എന്നോ ക്ലേ എന്നോ കേൾക്കുമ്പോഴത്തേക്ക് അത് അൺകൺസോളിഡേറ്റഡ് ആണോ കൺസോളിഡേറ്റഡ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പോറോസിറ്റി എങ്ങനെയാണ്, അതിൻ്റെ റേഞ്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. റേഞ്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്കതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ പൊറോസിറ്റി കഴിഞ്ഞു. പോറോസിറ്റി കഴിഞ്ഞ് അടുത്ത ഏതാണ്? സ്പെസിഫിക് ഈൽഡ് ആണല്ലേ. സ്പെസിഫിക് ഈൽഡ് എന്ന് വെച്ചാൽ എന്താണ്? For economically extracting water from an aquifer, our main interest is always to determine how much water can be actually obtained per unit area of the aquifer. ഓക്കെ, അപ്പോൾ അക്വിഫറിൻ്റെ പെർ യൂണിറ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് എത്രമാത്രം വെള്ളമാണ് കിട്ടുന്നത്, നമുക്ക് എത്രമാത്രം വെള്ളം അവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ എക്കണോമിക്കലി വാട്ടർ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിലായിരിക്കും. എത്രമാത്രം വാട്ടർ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധ്യത ഉള്ളതെന്ന്. ഓക്കെ, സോ ദ വാട്ടർ റിലേറ്റഡ് ബൈ അക്വിഫർ ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പോർസ് ആൻഡ് അതർ ഓപ്പണിംഗ് പ്രസൻറ്റ് ഇൻ ദ റോക്സിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പോർസിലോ അല്ലെങ്കിൽ അതിലുള്ള ഓപ്പണിങ്സോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും എന്തെന്ന് പറയുന്നത് അക്വിഫർ റിലീസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അക്വിഫറിൽ നിന്ന് എത്രമാത്രം വെള്ളം കിട്ടും, അല്ലെങ്കിൽ അവിടെ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എത്രമാത്രം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ, അതായത് നല്ല ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പോർസും അതുപോലെ ഓപ്പണിങ്സിൻ്റെയും ക്വാളിറ്റിയും നല്ലതായിരിക്കണം അല്ലേ. അപ്പോൾ സ്പെസിഫിക് ഈൽഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെസിഫിക് ഈൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് എ യൂണിറ്റ് വോളിയം ഓഫ് അക്വിഫർ ഡ്രെയിൻസ് ബൈ ഗ്രാവിറ്റി. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ that a unit volume of aquifer drains. Unit volume of aquifer drain ചെയ്യുന്ന quantity of water. ഓക്കെ, quantity of water drain per unit volume അങ്ങനെയായിരിക്കും. ഓക്കെ, ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഗെയിൻ സൈസ്, ഷേപ്പ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് പോർസ്. The specific yield of some rocks ആണ്. ഓക്കെ, എന്താ സ്പെസിഫിക് ഈൽഡും കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് പോറോസിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെയൊക്കെ? ലൈം സ്റ്റോൺ, അതുപോലെ സാൻഡ് സ്റ്റോൺ, പിന്നെ സാൻഡ്, അതുപോലെ ഗ്രേവൽ, ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ഈൽഡും അതുപോലെ പോറോസിറ്റിയുടെ പെർസെൻറ്റേജുമാണ് ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്വിഫറിലുള്ള അക്വിഫറിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അക്വിഫറിൽ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത് അത് നമുക്ക് നോക്കാം. ഫ്ലോ ഇൻ അക്വിഫർ. ഓക്കെ, പെർമിയബിലിറ്റി, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു വേരിയസ് ആസ്പെക്റ്റ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ അക്വിഫർ. അക്വിഫറിൽ വാട്ടർ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഓക്കെ, വാട്ടർ മൂവ്മെൻറ്റ് നടക്കുന്ന അക്വിഫറിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ്? പെർമിയബിലിറ്റി, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി. ഈ 3 ടേംസ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 ടേംസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടേം എന്താണ്? പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മളല്ലാതെ പഠിച്ചിട്ടുമുണ്ട്. സോ നമുക്ക് പെർമിയബിലിറ്റി എന്താണ്, ഇവിടെ പെർമിയബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പെർമിയബിലിറ്റി ഈസ് എ കപ്പാസിറ്റി ഓഫ് എ റോക്ക് ഓർ എനി അതർ സോളിഡ് മീഡിയം ടു ട്രാൻസ്മിറ്റ് ഫ്ലൂയിഡ് ത്രൂ ഇറ്റ്. ഏതെങ്കിലും ഒരു മീഡിയം, അല്ലെങ്കിൽ ഇപ്പോൾ റോക്കാവാം അല്ലെങ്കിൽ എന്തും ആവാം, ഒരു സോളിഡ് മീഡിയം, അതിലൂടെ കടത്തിവിടാൻ പറ്റിയ ഫ്ലൂയിഡിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, ഫ്ലൂയിഡ് കടത്തിവിടാൻ പറ്റിയ അതിൻ്റെ കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൻ എക്സ്പ്രസ്ഡ് ആസ്
ഇൻട്രിൻസിക് പെർമിയബിലിറ്റി ആയിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് എന്താണ്? ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഡാർസി, അതായത് സ്മോൾ ലെറ്റർ ഡി വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് എ കപ്പാസിറ്റി ഓഫ് a rock of 1 centimeter length and 1 centimeter square cross sectional area to allow a flow of 1 centimeter cube per second at a difference of 1 atmos. Okay, 1 atmos different atmosphere difference 1 centimeter cube per second വോളിയം ഉള്ള വാട്ടർ കടത്തി വിടാൻ പറ്റുന്ന എന്താ കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ റോക്കിൻ്റെ ലെങ്ത് എന്താണ്? റോക്ക് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും ആയിരിക്കും, അതുപോലെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയയും ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായത്? യൂണിറ്റ് ഏരിയയിലാണ് ഇത് പറയുന്നത്. ഓക്കെ, permeability is related to the quality of pores and interstices in a rock. Rocks with closed or dead-end pores will not transmit water through it. Rocks are generally classified into 3 based on their coefficient of permeability K. അപ്പോൾ coefficient of permeability ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് K ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പെർമിയബിലിറ്റി ഈസ് റിലേറ്റഡ് ടു എന്താണ്? ക്വാളിറ്റി ഓഫ് പോർസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റൈസസ് ഇൻ റോക്സിൽ ഇൻറ്റർസ്റ്റൈസസ് അല്ലെങ്കിൽ എന്താ പോർസിൻ്റെ ക്വാളിറ്റി റിലേറ്റ് ചെയ്തായിരിക്കും പെർമിയബിലിറ്റി ഇരിക്കുന്നത്. ഓക്കെ, റോക്സ് വിത്ത് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഡെഡ് എൻഡ് പോർ വിൽ നോട്ട് ട്രാൻസ്മിറ്റ്. ഓക്കെ, അത് നമുക്ക് അറിയാം എന്താണ് റോക്സിൻ്റെ എന്താ ഡെഡ് എൻഡ് അല്ലെങ്കിൽ പോർസ് ക്ലോസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്താണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല, നമുക്ക് അറിയാം. ഓക്കെ, റോക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? ഡ്യൂ ടു ഓക്കെ, ബേസ്ഡ് ഓൺ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി വെച്ചിട്ട് 3 ക്ലാസിഫൈയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയായിട്ടാണ്? എക്സ്ട്രീംലി പെർമിയബിൾ, സെമി പെർമിയബിൾ, അതുപോലെ ഇംപെർമിയബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വച്ചേക്കണം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അത് എക്സ്ട്രീംലി പെർമിയബിളും, 10 to 0.1 ആണെങ്കിൽ സെമി പെർമിയബിളും, ലെസ് ദാൻ 0.1 ആണെങ്കിൽ അത് ഇംപെർമിയബിളും ആണ്. അതിനൊക്കെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓർത്ത് വച്ചേക്കണം. ഓക്കെ, അപ്പോൾ പൊറോസിറ്റിയും പെർമിയബിലിറ്റിയും അക്വിഫെയർ, അക്വിക്ലൂഡ്, അക്വിറ്റാർഡ്, അതുപോലെ അക്വിഫ്യൂജ് വാട്ടർ ബിയറിംഗ് റോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റോക്സിൻ്റെ വാട്ടർ ബിയറിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും, ഏതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അതായത് പൊറോസിറ്റിയും പെർമിയബിലിറ്റിയാണ് മെയിൻലി അതിൽ വരുന്നത് അല്ലേ. ഓക്കെ, അതാണ് ഇത്. റൂട്ടല്ല, ടിക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അക്വിഫെയർ ആണെങ്കിൽ അവിടെ പോറസും ആണ് അതുപോലെ പെർമിയബിളും ആണ്. എന്ന് വെച്ചാൽ എന്താണ്? അതിനെ ഹോൾഡ് ചെയ്യാനും അതേസമയം ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് പറയുന്നത്. അക്വിക്ലൂഡ് ആണെങ്കിലോ പോറോസിറ്റി ഉണ്ട് പക്ഷേ പെർമിയബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? അക്വിക്ലൂഡിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അക്വിറ്റാർഡിനാണെങ്കിൽ ലിമിറ്റഡ് ആണ് രണ്ടും. ഓക്കെ, അക്വിഫ്യൂജിനാണെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാനും പറ്റില്ല, അതേസമയം ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ഓർത്ത് വെച്ചേക്കും. നമുക്ക് പെട്ടെന്ന് അക്വിഫെയർ എന്താണ്, അതുപോലെ അക്വിക്ലൂഡ് എന്താണെന്നൊക്കെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് എഴുതുമ്പോഴത്തേക്കും ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ് അക്വിഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ പെട്ടെന്ന് ഏത് ട്രാൻസ്മിറ്റ് ചെയ്യും, ഏത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്ന് ചെറിയ ഡൗട്ട് വരും. അപ്പോൾ ഈ ടേബിൾ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന പോർ സ്പേസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതുപോലെ ഇൻ്റർ കണക്ഷൻസ് എന്താണ്, പോർസിൻ്റെ ഇൻ്റർ കണക്ഷൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഫിഗറാണിത്. ഈ ഫിഗർ നോക്കി നമുക്ക് എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ആദ്യം എന്താ കാണിച്ചിരിക്കുന്നത്? നോ പോർ സ്പേസ് ആണ് ഫസ്റ്റത്തേത് കാണിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ആദ്യത്തേത് നോക്കാം. നോ പോർ സ്പേസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ സ്പേസ് ഒന്നും ഇല്ല. ഓക്കെ, പോർ സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? നോൺ പോറസും ആയിരിക്കും, അതേസമയം നോൺ പെർമിയബിളും ആയിരിക്കും. ആണല്ലോ. സെക്കൻഡ് വൺ എന്താ കാണിച്ചിരിക്കുന്നത്?
അൺകണക്റ്റഡ് പോർ സ്പേസ്, അതായത് പോർസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഇവിടെ പോർസ് ഉണ്ട്, പക്ഷെ എന്താണ് അൺകണക്റ്റഡ് ആണ് അല്ലേ? ഇത് കണ്ടാൽ മനസ്സിലാവും അൺകണക്റ്റഡ് പോർസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് പോറസ് ആയിരിക്കും, പക്ഷേ ഇത് നോൺ പെർമിയബിൾ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് തേർഡ് വൺ എന്താണ്? കണക്റ്റഡ് പോർ സ്പേസ് ആണ്, അതായത് പോർ സ്പേസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്താ? പോറസും ആയിരിക്കും, അതേസമയം പെർമിയബിളും ആയിരിക്കും. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് സെയിം ആണ്, സെയിം ആ ഫിഗറിൻ്റെ തന്നെ ഒന്നും കൂടെ വേറൊരു ഫിഗർ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ പൊറോസിറ്റിയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈ പെർമിയബിലിറ്റിയും ആണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ പെർമിയബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദി കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. പെർമിയബിലിറ്റിയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? കെ എന്നാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ഡി എസ് സ്ക്വയർ ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂ ബൈ 1+E ഇൻറ്റു സി. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഓക്കെ, ഫാക്ടേഴ്സ് ചോദിക്കുമ്പോൾ ഇക്വേഷൻ എഴുതിയിട്ട് ബാക്കി ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തൊക്കെയാണ്? കെ എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി, ഡി എസ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, അതായത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഡി എസ് എന്ന് പറയുന്നത്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഗാമ ഡബ്ല്യു. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഇ വോയിഡ് റേഷ്യോ, സി എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്താണ്? പാർട്ടിക്കിൾ സൈസ് നമുക്ക് അറിയാം അല്ലേ? പാർട്ടിക്കിൾ സൈസ് എന്താണ്? പെർമിയബിലിറ്റി ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. ഓക്കെ, കോഴ്സ് ഗ്രെയിൻഡ് സോയിലിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വെരി ലാർജ് ആണ്. കോഴ്സ് ഗ്രെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ വലിയ കല്ലുകളെയാണ് കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറയുന്നത്. ഫൈൻ ഗ്രെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനായിട്ട്, അതായത് ചെറിയ മണൽ, അതൊക്കെയാണ് എന്താണെന്ന് പറയുന്നത്? ഫൈൻ ഗ്രെയിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിലാണ് ലാർജ് പെർമിയബിലിറ്റി ഉള്ളത്. എന്തുകൊണ്ടാണ്? കോഴ്സ് ഗ്രെയിൻഡ് സോയിലാകുമ്പോൾ അതിൻ്റെ ഇടയിൽ പോർസ് കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട്. സെക്കൻഡ് എന്താണ്? സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. ഫോർ ദി സെയിം വോയിഡ് റേഷ്യോ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഹാവ് മോർ പെർമിയബിലിറ്റി ദാൻ ദാറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഓക്കെ, സെയിം വോയിഡ് റേഷ്യോ ആയിരിക്കും, അതായത് റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോയിൽ, അതാണ് വോയിഡ് റേഷ്യോ. ഓക്കെ, അപ്പോൾ സെയിം വോയിഡ് റേഷ്യോയിൽ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറിനേക്കാളും പെർമിയബിലിറ്റി എന്താണ്? കൂടുതലെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. For some void ratio, the soil with angular particles are less permeable than soil with round particle. Okay, അപ്പം സെയിം വോയിഡ് റേഷ്യോ ആണെങ്കിൽ, സെയിം വോയിഡ് റേഷ്യോയുടെ കേസിൽ soil with angular particle are less permeable than those with round particle. റൗണ്ട് പാർട്ടിക്കിൾസിനേക്കാളും ആംഗുലർ പാർട്ടിക്കിൾ എന്താണ്? പെർമിയബിലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, പെർമിയബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പെസിഫിക് ഏരിയ, അതായത് സ്പെസിഫിക് ഏരിയ കൂടുന്തോറും പെർമിയബിലിറ്റി കുറയും. ഓക്കെ, അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇൻ നാച്ചുറൽ ഡെപ്പോസിറ്റ്സ് ദ സോയിൽ വിത്ത് ആംഗുലർ പാർട്ടിക്കിൾസ് മേ ബി ആക്ച്വലി മോർ പെർമിയബിൾ. ഓക്കെ, നാച്ചുറൽ ഡെപ്പോസിറ്റ്സിൽ എന്താണ്? സോയിൽ വിത്ത് ആംഗുലർ പാർട്ടിക്കിൾസ് ഉള്ള സോയിൽ എന്ന് പറയുന്നത് മോർ പെർമിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഇരിക്കുന്നത് സോയിലിൻ്റെ. ഓക്കെ, അതുപോലെ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെയായിരിക്കും ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, സോയിലായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലായി കാണും. ഇപ്പോൾ ഇതെന്താണ്? ഷേപ്പ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഷേപ്പാണ്. നേരത്തെ പറഞ്ഞ സെയിം അതിലുള്ള
ഷേപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ എന്താണ്, വെരി ആംഗുലർ ആണ്. സെക്കൻഡ് ആംഗുലർ ആണ്. ആംഗുലർ എന്ന് പറയുമ്പോൾ കുറച്ച് നീളമായിട്ട് ഇരിക്കും. ഓക്കെ, മറ്റേതുപോലെയുള്ള കുറച്ച് നീളമായിട്ടിരിക്കും, അതിനെയാണ് ആംഗുലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, സബ് ആംഗുലർ, അതുപോലെ സബ് റൗണ്ടഡ്, അടുത്ത റൗണ്ടഡ് എന്ന് വെച്ചാൽ എന്താണ്, റൗണ്ട് ഷേപ്പിൽ ഇരിക്കും. ഇത് വെൽ റൗണ്ടഡ് ആണ്. വെൽ റൗണ്ടഡ് എന്ന് വെച്ചാൽ പക്ക കറക്റ്റ് റൗണ്ട് ആയിരിക്കും ഷേപ്പ് അതിൻ്റെ. ഓക്കെ, ഇത് കോഴ്സ് ഗ്രെയിൻ സോയിൽ എങ്ങനെയാണെന്ന് സെയിം തന്നെയാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്തൊക്കെയാണ് പിന്നെ ഉള്ളത്, വോയിഡ് റേഷ്യോ ആണ് അല്ലേ. ഫോർ എ ഗിവൺ സോയിൽ ദി ഗ്രേറ്റർ ദ വോയിഡ് റേഷ്യോ ദ ഹയർ ദ വാല്യൂ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർമിയബിലിറ്റി. അത് നമുക്കറിയാം, വോയിഡ് റേഷ്യോ കൂടുതലാണെങ്കിൽ അവിടെ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ അല്ലേ. വോയിഡ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ, അവിടെയുള്ള വോയിഡ്സിൻ്റെ റേഷ്യോ, വോയിഡ്സ് കൂടുന്തോറും പെർമിയബിലിറ്റി എന്ത് ചെയ്യും, കൂടും. പിന്നെ എന്താ, പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വിസ്കോസിറ്റി റെഡ്യൂസസ് വിച്ച് കോസ് ആൻ ഇൻക്രീസ് ഇൻ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർമിയബിലിറ്റി അല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കുറയും എന്ന് നമുക്കറിയാം. വിസ്കോസിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർമിയബിലിറ്റി കൂടും അല്ലേ. വിസ്കോസിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും, പെർമിയബിലിറ്റി അവിടെ കൂടും. അത് ഓൾറെഡി അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. പിന്നെ അടുത്ത എന്താണ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് നെക്സ്റ്റ് വൺ. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണ്, ഇഫ് ദ സോയിൽ ഈസ് നോട്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ഇറ്റ് കണ്ടെയ്ൻസ് എയർ പോക്കറ്റ്. സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അവിടെ എയർ പോക്കറ്റ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ദ പെർമിയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയർ വിച്ച് കോസ് എ ബ്ലോക്കേജ് ടു ദി പാസേജ് ഓഫ് വാട്ടർ. അപ്പോൾ എന്ത് ചെയ്യും, ഈ എയർ പോക്കറ്റ്സ് ഉള്ളതുകൊണ്ട്, അതായത് എയറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ബ്ലോക്ക് ചെയ്യും, വാട്ടറിനെ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, permeability of a particular partially saturated soil is considerably smaller than that of fully saturated soil അല്ലേ. അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ എന്താണ്, പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ആയിരിക്കും. ഓക്കെ, ഇൻഫാക്ട് ഡാർസീസ് ലോ ഈസ് നോട്ട് സ്ട്രിക്ട്ലി ആപ്ലിക്കബിൾ ടു സച്ച് സോയിൽ. ഓക്കെ, അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് സോയിലിന് നമുക്ക് ഡാർസീസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡാർസീസ് ലോ എന്താണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പഠിക്കാം. അടുത്ത എന്താണ്, അബ്സോർബ്ഡ് വാട്ടർ. അബ്സോർബ്ഡ് വാട്ടർ എന്ന് വെച്ചാൽ ഫൈൻ ഗ്രെയിൻ സോയിൽ ഹാവ് എ ലെയർ ഓഫ് അബ്സോർബ്ഡ് വാട്ടർ സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ടു ദ സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഗ്രെയിൻസിൻ്റെ എന്താണ്, സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലിൽ have a layer of absorbed water. Okay, this absorbed layer is not free to move under gravity. ഈ absorbed layer എന്താണ്, ഗ്രാവിറ്റിയുടെ പ്രഷർ കാരണം അത് മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം അത് മൂവ് ചെയ്യത്തില്ല. ഇറ്റ് കോസസ് ആൻ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദ പോസ് ആൻഡ് ഹെൻസ് റെഡ്യൂസസ് ദി പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അപ്പോൾ എന്താ, അത് ഒരു വാട്ടറിൻ്റെ ഫ്ലോയിനെ അത് എന്താ തടയും. അപ്പോൾ പെർമിയബിലിറ്റിയും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ. ഫോറിൻ മാറ്റേഴ്സ് ഇഫ് പ്രസൻറ്റ് ഇൻ വാട്ടർ വിൽ ബ്ലോക്ക് ദി ഫ്ലോ പാസേജ് thereby reduce the effective voids in the soil. ഫോറിൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, സോയിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ വാട്ടറിൻ്റെ പാസേജ് അതും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, വോയിഡ് റേഷ്യോ കുറയും അവിടെ. ദിസ് റെഡ്യൂസ് ദി പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അപ്പോൾ അതെന്ത് ചെയ്യും, വോയിഡ് റേഷ്യോ കുറയുമ്പോൾ അവിടെ പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അടുത്ത എന്താണ്, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി അല്ലേ. അത് നമ്മൾ പെർമിയബിലിറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇൻ ഹൈഡ്രോജിയോളജി the quantitative measure of flow of water is expressed by hydraulic conductivity rather than permeability. Okay, ഹൈഡ്രോജിയോളജിയിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എക്സ്പ്രസ്ഡ് ബൈ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, പെർമിയബിലിറ്റിനെ കാണും. ഓക്കെ, സോ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി K is defined as the flow velocity per unit hydraulic gradient. ഫ്ലോ വെലോസിറ്റി പെർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്നാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, അതായത് കെ നെ നമ്മൾ
ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് മീറ്റേഴ്സ് പെർ ഡേ അല്ലെങ്കിൽ മീറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ പെർ ഡേ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡാർസീസ് ലോ എന്ന് നമുക്ക് നോക്കാം. Darcy's law is an equation that describes the flow of a fluid through a porous medium. ഒരു പോറസ് മീഡിയത്തിൽ കൂടെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ ഫ്ലോ എങ്ങനെ ആയിരിക്കും എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോ ആണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. The law was formulated by Henry Darcy based on the result of experiments on the flow of water through beds of sand forming the basis of hydrogeology. ഓക്കെ, അപ്പോൾ ഹെൻറി ഡാർസിയാണ് ഡാർസീസ് ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ്, അക്കോർഡിംഗ് ടു ഡാർസീസ് ലോ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതായത് സ്പെസിഫിക് ഡിസ്ചാർജ്, നമ്മൾ വി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ എ കോളം ഓഫ് സാച്ചുറേറ്റഡ് സാൻഡ് ഈസ്, ഒന്ന് എന്താണ് ഇവിടെ പറയുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ എ ഒരു സാച്ചുറേറ്റഡ് സാൻഡിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഒരു സാച്ചുറേറ്റഡ് സാൻഡിൽ കൂടെ ഗ്രൗണ്ട് വാട്ടർ പോകുന്ന റേറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും. ആദ്യത്തേന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഇൻ ഹൈഡ്രോളിക് ഹെഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കോളം. കോളംസിൻ്റെ രണ്ട് എൻഡിലുള്ള ഹൈഡ്രോളിക് ഹെഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. സോ ഹൈഡ്രോളിക് ഹെഡിന് നമുക്ക് എങ്ങനെ പറയാം, H1 H2. അതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ H1 - H2 ആയിരിക്കും. രണ്ടാമത് എന്താ പറയുന്നത്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കോളം. കോളത്തിൻ്റെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത് എന്ന് പറയുമ്പോൾ L ആയിരിക്കും. അപ്പോൾ V ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/L ആയിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ച് എങ്ങനെ വരും, എന്താ ഡിസ്ചാർജ് നമ്മൾ V എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. V ഈസ് പ്രപ്പോർഷണൽ ടു എന്താ H1 - H2 ഡിവൈഡഡ് ബൈ L. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. നമുക്കിതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഓക്കെ, മാത്തമാറ്റിക്കലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് L വെച്ച് കാണിക്കുന്നത്. ഹെഡ് എന്ന് പറയുന്നത് ഒന്ന് H1 അതുപോലെ സെക്കൻഡ് വൺ H2 ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം, V ഫസ്റ്റ് ഇക്വേഷൻ എന്താ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ V പ്രപ്പോർഷണൽ ടു H1 - H2/L. പ്രപ്പോർഷണാലിറ്റി മാറ്റി അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം, അതാണ് നമ്മൾ കൊടുത്ത K. ഓക്കെ, അതാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിയുടെ കോഎഫിഷ്യൻ്റ്, അതാണ് K എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഓക്കെ, അപ്പോൾ V is equal to K into H1 - H2 divided by L. ഓക്കെ, അപ്പോൾ ഇവിടെ അതെല്ലാം ഓരോ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡാർസീസ് ലോ ചോദിക്കുകയാണെങ്കിൽ ഡാർസീസ് ലോ എന്താണ്, ഡാർസീസ് ലോ എന്ന് എഴുതണം. അതുപോലെ ഈ ഫിഗർ വരച്ചാൽ നന്നായിരിക്കും, ഇക്വേഷൻ കാണാതെ പഠിച്ച് കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ഹൈഡ്രോളിക് ഹെഡ് അറ്റ് 2 പോയിൻറ്റ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത്. ഡിഫറൻസ് ഇൻ ഹൈഡ്രോളിക് ഹെഡ് അറ്റ് 2 പോയിൻറ്റ് എന്ന് വെച്ചാൽ H1 - H2 ഡിവൈഡഡ് ബൈ L. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് I, സ്മോൾ ലെറ്റർ I ആയിട്ടാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താണ്, I ഈസ് ഈക്വൽ ടു H1 - H2 ഡിവൈഡഡ് ബൈ L. ഇതാണ് ഐയുടെ ഇക്വേഷനാണ് ഇത്. ഓക്കെ, സോ ദ എബവ് ഇക്വേഷൻ മേ ബി റിട്ടൺ ആസ്, എബവ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, V ഈസ് ഈക്വൽ ടു K ഇൻറ്റു H1 - H2/L. അപ്പോൾ അവിടെ എന്താണ്, I ഈസ് ഈക്വൽ ടു H1 - H2/L എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V എങ്ങനെ എഴുതാം, V ഈസ് ഈക്വൽ ടു K ഇൻറ്റു I. ഓക്കെ, സ്പെസിഫിക് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജിന് നമുക്ക് ഇങ്ങനെ എഴുതാം, V ഈസ് ഈക്വൽ ടു KI എന്ന് സിംപ്ലി എഴുതാം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, V ഈസ് ഈക്വൽ ടു KI. It is known that in a pipe flow condition which is analogous to flow in porous medium, the discharge Q is given by, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, Q ആണ്. Q is equal to VA അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, Q is equal to
വി എന്ന് വരും. എ എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. വി എന്ന് വെച്ചാൽ എന്താ, സ്പെസിഫിക് ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമുക്കിവിടെ ബിക്ക് പകരം എന്ത് കൊടുക്കാം, ബിക്ക് പകരം നമുക്ക് കെ ഐ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും, ക്യൂ ഇസ് ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ എന്ന് വരും ഇക്വേഷൻ. ഓക്കെ ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രം ദ എബോവ് ഇക്വേഷൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ഡിസ്ചാർജ് ടു ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഈസ് ഈസിലി എസ്റ്റാബ്ലിഷ്ഡ് ആസ്, എങ്ങനെയാണ്, ക്യൂ ഇസ് ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ക്യൂ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യൂ റെപ്രസെൻറ്റ് ഡിസ്ചാർജ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് discharge per unit time such as cubic meters per day or gallon per minute. ഓക്കെ, ക്യൂ എന്താണ്, ഡിസ്ചാർജ്, ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്, ക്യൂബിക് മീറ്റർ പെർ ഡേ. ഓക്കെ, സോ അതുപോലെ കെ എന്താണ്, കെ ഇസ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഡിക്കേറ്റ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് വിൽ ഫ്ലോ ത്രൂ a unit cross sectional area per unit time under a unit hydraulic gradient at a specified temperature. The value of K ranges from 0.5 meter per day to 200 meter per day or even more. ഓക്കെ, നമ്മൾ കെയെ പറ്റി നേരത്തെ പറഞ്ഞതാണ്. അല്ലേ, സോ ഇതവിടെ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡാർസീസ് ലോ കുറച്ചുകൂടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുള്ള ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്താണ്, എലിവേഷൻ എ അല്ലെങ്കിൽ അത് വാട്ടർ ടേബിൾ ഈക്വൽ ടു 440 മീറ്റർ എബോവ് സീ ലെവൽ. സെക്കൻഡ് വൺ എലിവേഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ ടേബിൾ ഈക്വൽ ടു 415 മീറ്റർ എബോവ് സീ ലെവൽ. അപ്പോൾ അതിൻ്റെ തമ്മിൽ ഇടയിലുള്ള ഡിഫറൻസ് എടുക്കും. അങ്ങനെ ഡാർസീസ് ലോ അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണുള്ളത്, ഇനിയുള്ളത് ട്രാൻസ്മിസിവിറ്റി. ഓക്കെ, ട്രാൻസ്മിസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിസിവിറ്റി the rate at which groundwater flows horizontally through an aquifer. ഒരു അക്വിഫറിലൂടെ ഗ്രൗണ്ട് വാട്ടർ ഹൊറിസോണ്ടലി പോകുന്ന എന്താ റേറ്റിനെ ആണ് ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ് ദി കേപ്പബിലിറ്റി ഓഫ് ആൻ എൻറ്റയർ അക്വിഫയർ ടു ട്രാൻസ്മിറ്റ് വാട്ടർ. ഒരു അക്വിഫയറിന് വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ കേപ്പബിലിറ്റി തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, then the coefficient of transmissivity T എന്നാണ് നമ്മൾ ട്രാൻസ്മിസിവിറ്റിയെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ എ വെർട്ടിക്കൽ സെക്ഷൻ ഓൺ an aquifer of unit width extending the full saturated length of the aquifer under a unit hydraulic length. ഓക്കെ, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. Consider an aquifer of unit width and thickness B. The discharge through this aquifer under a unit hydraulic gradient. അപ്പോൾ അതിനെങ്ങനെ പറയും, T is equal to K into B എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ T is equal to KB എന്ന് പറയാം. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി അതിവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്താ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ,